എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റി ക്യൂൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളുടെ സ്വാദിഷ്ടമായ വിഭവങ്ങൾ ടേസ്റ്റി ക്യൂൻസിൽ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സദ്യയ്ക്ക് വേണ്ടിയിട്ട് ടേസ്റ്റി ക്യൂൻസിനോടൊപ്പം വേണം സദ്യ ഉണ്ണാനായിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ മധുര പച്ചടിയാണ്. പച്ചടി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാൽ ഒരു പച്ചടി മധുരത്തിലും പുളിയിലും ഉപ്പിലും ഒക്കെ എങ്ങനെയാണ് നമുക്കതൊന്ന് കറക്റ്റായിട്ട് അത് ചെയ്തെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനാവശ്യമായുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? കുറച്ച് തൈര്, ഒരു പൈനാപ്പിള്, കുറച്ച് ഉപ്പ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പൈനാപ്പിൾ പച്ചടിക്ക് ആവശ്യമായ സാധനങ്ങൾ: പൈനാപ്പിൾ, ഒരു നല്ല പഴുത്ത ഒരു പൈനാപ്പിള്. ഇപ്പം നമുക്ക് നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല പഴുത്ത പൈനാപ്പിൾ കിട്ടും. അപ്പോൾ അത് ഒരെണ്ണം. പിന്നെ തേങ്ങ ഒരു കപ്പ് തൈര്, ഒരു 2 ടേബിൾ സ്പൂൺ കടുക്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ചെറിയ ഉള്ളി, ഒരു പീസ് വെളുത്തുള്ളി, 3 മുളക്, 2 വറ്റൽമുളക്, ഒരു പിഞ്ച് ജീരകം, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ. ഇതാണ് പൈനാപ്പിൾ പച്ചടിക്ക് ആവശ്യമായ സാധനങ്ങൾ. നമ്മൾക്കത് എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് പച്ചടി ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് പച്ചടി തയ്യാറാക്കിയെടുക്കാം. ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം മതി, കാരണം പൈനാപ്പിളിൽ വെള്ളമുണ്ട്. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് പൈനാപ്പിൾ കഷ്ണങ്ങളാക്കി ചെറുതാക്കി നുറുക്കിയ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ഉപ്പ് ആദ്യം ചേർക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കുന്ന സമയത്ത് പകുതി മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കാവൂ. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ തേങ്ങ അരയ്ക്കുന്ന സമയത്താണ് ബാക്കി മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പൈനാപ്പിൾ ഒന്ന് നമ്മൾ ഇളക്കിയ ശേഷം നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഈ സമയത്ത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും കടുകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ബാക്കിയുള്ള വെളുത്തുള്ളിയും 2 ചെറിയ ഉള്ളിയും ചേർത്തിട്ട് നമുക്ക് ഒരു പിഞ്ച് ജീരകം ഇതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നല്ലതായിട്ട് അരച്ചെടുക്കാം. പൈനാപ്പിൾ ഇവിടെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക്, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത്രയും ചേർത്ത് കൊടുക്കും. ഇത് നല്ലതായിട്ട് നമ്മൾ ഇളക്കി ആ പൈനാപ്പിളും പഞ്ചസാരയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടെ നല്ലതായിട്ടത് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന റൈസിൻസും ചേർത്ത് കൊടുക്കണം. അതൊന്ന് നല്ലതായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമ്മൾക്ക് വെള്ളമൊക്കെ ഒന്ന് പറ്റി നല്ലതായിട്ടത് ഒന്ന് കുറുകി വരുന്ന സമയത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കും. കണ്ടില്ലേ, ഈ സമയത്ത് നല്ലതായിട്ട് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ആ പൈനാപ്പിളിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ആ പഞ്ചസാര അതിലേക്ക് പിടിച്ച് നല്ലതായിട്ട് ആ പൈനാപ്പിളിൻ്റെ പുളിപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ആ തേങ്ങയും കടുകും ഒരു പിഞ്ച് ജീരകം അരച്ചാൽ മതി. ആ അരച്ചെടുത്ത അരപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പൈനാപ്പിൾ നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൈനാപ്പിളിൻ്റെ പുളിപ്പൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ആ അരപ്പ് അതിലേക്ക് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ ഒത്തിരി തീ വെച്ചിട്ട് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ച തൈര് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 1 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് തൈര് ചേർക്കാം. എത്രയാണോ വേണ്ടിയത് അത്രയും അളവിൽ നമുക്ക് തൈര് ചേർത്തെടുക്കാം. ഇതൊന്ന് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്യുക. ആ സമയത്ത് തീ ഇനി കൂട്ടി വെക്കാൻ പാടില്ല. ഇവിടെ ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം. ഇപ്പോൾ കുറച്ച് വേണ്ടിയവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ബാക്കിയുള്ള 2 പച്ചമുളക് ഞാനത് ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് ഒന്ന് വറുത്തെടുക്കണം. അത് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് വഴറ്റിയെടുത്ത ആ പച്ചമുളക് നമ്മുടെ പച്ചടിയിലേക്ക് ചേർക്കുകയാണ്. കാരണം നമ്മളങ്ങനെ ആദ്യം ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള 2 പച്ചമുളക് അങ്ങനെ ഞാനൊന്ന് വഴറ്റി ആ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ എണ്ണയിലേക്ക് ഇനി നമ്മൾ ബാക്കിയുള്ള കടുകും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം ഒന്ന് വഴറ്റി നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് 2 ടീസ്പൂൺ നമ്മളൊരു പിഞ്ച് ഇങ്ങനെ കടുക് എടുത്തിട്ട് നമ്മൾ അതിനകത്തിലേക്ക് ഇടുകയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും.
ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകിട്ടു. അതൊന്ന് കടുക് നല്ലതായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ തീ കുറച്ച് വെച്ച് കൊടുക്കണം. കാരണം എണ്ണ നല്ല ചൂടായി കിടക്കുകയാണ്. ആ സമയം നമ്മളതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഉള്ളി ഇതിനകത്തിൽ അരപ്പിൽ നമ്മൾ അരച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ഉള്ളി ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് ഇതിന് ഉള്ളിയുടെ ആവശ്യമില്ല. നമ്മൾ ഈ കറിവേപ്പിലയും വറ്റൽമുളകും കടുകും കൂടി ഒന്ന് നല്ലതായിട്ട് മൂപ്പിച്ച് ആ പച്ചമുളകും വറുത്തിട്ടിട്ടുണ്ട് നമ്മുടെ ഈ പച്ചടിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. കണ്ടില്ലേ, നമ്മുടെ പച്ചടി നല്ല കുറുകിയിരിക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മധുരമുള്ള നല്ലൊരു പച്ചടിയാണ്. നിങ്ങൾ എല്ലാവരും ഈ ഓണത്തിന് ഇത് ഉണ്ടാക്കി നോക്കണം. പൈനാപ്പിൾ പച്ചടിയുടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തൈര് ചേർക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് ആവശ്യത്തിന് നമുക്ക് ചേർക്കാം. പിന്നെ ഇത് നമ്മൾക്ക് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിൾ പച്ചടിയുടെ കളർ ഒരു റെഡിഷ് കളർ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചേർക്കുന്നില്ല. നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് പൈനാപ്പിൾ മധുര പച്ചടി ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ടേസ്റ്റി ക്യൂൻസിൻ്റെ ഓണവിഭവങ്ങൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഓണാശംസകൾ.